രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ എഫ്ഐആർ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 5 പേരുടെ പരാതികളിലാണ്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു, സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിലാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5 പേരുടെ പരാതിയിലാണ് ഈ എഫ്ഐആർ ഇട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പരാതിക്കാരായിട്ടുള്ള 5 പേരും കേസിലെ 3ാം കക്ഷികളാണ്. അതുകൊണ്ട് ഇവർക്ക് കേസുമായി നേരിട്ട് ബന്ധമില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ ഗുരുതരമാണ്. BNS ആക്ടിലെ 78-ൽ 2, അതുപോലെ 351, പോലീസ് ആക്ട് 120 ഈ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ കൂടി പെൺകുട്ടികളെ നിരന്തരമായി ശല്യം ചെയ്യുക, അതുപോലെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുകൊണ്ടുള്ള സന്ദേശം അയക്കുക, പെൺകുട്ടികളെ ഫോണിൽ കൂടി ഭീഷണിപ്പെടുത്തുക, ഇത്തരം വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കേസുകളിലെല്ലാം പരാതിക്കാരായിട്ടുള്ള 5 പേരും 3ാം കക്ഷികളാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ പ്രായം പരാതിക്കാരുടെ ഈ ഇരകളായിട്ടുള്ളവരുടെ പ്രായം രേഖപ്പെടുത്തുമ്പോൾ അത് വ്യക്തമായി രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ ഇവിടെ 18 മുതൽ 60 വയസ്സ് വരെയുള്ളവരെന്നാണ് ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 18 മുതൽ 60 വയസ്സ് വരെയുള്ളവരാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടവരെന്നുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഈ 5 പേരുടെയും പരാതി അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഈ എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്.